നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. കൃഷ്ണകുമാറിന്റെ കുടുംബത്തിലെ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ വളരെയധികം ആക്റ്റീവ് ആയതുകൊണ്ട് തന്നെ ആ കുടുംബത്തിൽ എന്ത് നടന്നാലും ആളുകൾ ആകാംക്ഷയോടെ ഉറ്റുനോക്കും. ഏറ്റവും ഒടുവിൽ സിന്ധു കൃഷ്ണയുടെ അമ്മയെ കുടുംബം നോക്കുന്നില്ല എന്ന പ്രശ്നമാണ് ചർച്ചയായി മാറിയിരിക്കുന്നത്. സിന്ധു കൃഷ്ണയുടെ സഹോദരിയുടെ മകളും യൂട്യൂബറുമായ തൻവി അമ്മൂമ്മയുമായി നടത്തിയ ഒരു വീഡിയോ കോൾ പുറത്തുവിട്ടതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. വീഡിയോ കോളിൽ അമ്മൂമ്മ എന്നെ ആരും നോക്കുന്നില്ല എന്ന് പരാതി പറയുന്നുണ്ട്. അതോടെ സിന്ധു അമ്മയെ നോക്കാത്ത മകളാണെന്ന് സോഷ്യൽ മീഡിയയിൽ കമന്റുകൾ വരാൻ തുടങ്ങി. ഇതോടെ അമ്മയ്ക്കും വീഡിയോ പങ്കുവച്ച തൻവിക്കുമെതിരെ അഹാന കൃഷ്ണ രംഗത്തെത്തിയത് വലിയ വിവാദങ്ങൾക്ക് കാരണമായി. എന്നാൽ കഴിഞ്ഞ ദിവസം സിന്ധുവിന്റെ ചില വെളിപ്പെടുത്തലുകൾ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. അമ്മൂമ്മ അഹാന കൃഷ്ണ പ്രശ്നം ഒന്ന് ഒതുങ്ങി തുടങ്ങിയതേയുള്ളൂ. അതിനിടയിൽ പുതിയൊരു ചർച്ചയ്ക്ക് ആരംഭമായിരിക്കുന്നു. അതിന് കാരണമായത് ദിയയുടെ മകൻ ഓമിയുടെ സർപ്രൈസ് ബർത്ത്ഡേ പാർട്ടി വ്ലോഗാണ്. ഇതിനിടെയായിരുന്നു ദിയ കൃഷ്ണയുടെ കുഞ്ഞിന്റെ ഒന്നാം പിറന്നാൾ ആഘോഷം കണ്ട പലരും അമ്പരന്നു. ദിയയുടെ യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവന്ന വ്ലോഗ് ഇതിനോടകം റെഡിറ്റിലും ചർച്ചാ വിഷയമായി മാറി. കെ ഫാമിലിയിലെ അംഗങ്ങളും ഏറെ നാളുകളായി ഇവരുടെ ഫാമിലിയിൽ വീട്ടുജോലിക്ക് സഹായിയായി നിൽക്കുന്ന ബന്ധു കൂടിയായ അപ്പച്ചിയുമാണ് പരിപാടിയിൽ പങ്കെടുത്തത്. അശ്വിന്റെ കുടുംബാംഗങ്ങൾ പോലും ഉണ്ടായിരുന്നില്ല. വ്ലോഗിലെ കേക്ക് മുറിക്കുന്ന സമയത്ത് എല്ലാവർക്കും ഒപ്പം അപ്പച്ചിയും വന്ന് നിൽക്കുന്നുണ്ട്. എന്നാൽ അപ്പച്ചി പോയി ഇരുന്നോളൂ എന്ന് പറഞ്ഞ് അഹാന അവരെ മാറ്റി നിർത്തുന്നുണ്ട്. ഈ രംഗമാണ് ചർച്ചയായത്. സഹോദരി വീണ്ടും വിവാദത്തിൽ പെട്ടുപോകുമെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാകണം ദിയ പിന്നീട് വ്ലോഗിൽ നിന്നും ഈ ഭാഗം കട്ട് ചെയ്ത് മാറ്റിയത്. ഇതാണ് റെഡിറ്റ് പ്രേക്ഷകർക്കിടയിൽ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത്. അഹാന വീണ്ടും എക്സ്പോസ് ആയെന്നും ഇഷാനിയും അപ്പച്ചി കുടുംബ ഫോട്ടോയിൽ ഭാഗമാകുന്നതിലുമെല്ലാം എല്ലാ ഫ്രെയിമിലും നിൽക്കുന്നതിലും മുഖഭാവങ്ങളിലൂടെ പ്രകടിപ്പിച്ചതായും ചിലർ റെഡിറ്റിൽ കുറിച്ചു. അമ്മൂമ്മയുമായുള്ള പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് അഹാന ഒരു വിശദീകരണ വീഡിയോ ഇട്ടിരുന്നു. അതിൽ തനിക്കിനി ഒരേ ഒരു അമ്മൂമ്മ മാത്രമേ ഉള്ളൂ, അത് തന്റെ അപ്പച്ചിയാണെന്ന് അഹാന പറഞ്ഞിരുന്നു. അങ്ങനെ പറഞ്ഞയാളാണിപ്പോൾ ഇതേ അപ്പച്ചിയെ ഒരു ദാക്ഷിണ്യവും കൂടാതെ ഫ്രെയിമിൽ നിന്നും ഒഴിവാക്കിയതെന്ന് ചിലർ കുറിച്ചു. അപ്പച്ചിയുടെ സാരി കെ ഫാമിലിയുടെ എസ്തെറ്റിക് മാച്ച് ആകാത്തതിനാലാകും ഒഴിവാക്കിയതെന്ന് പരിഹസിച്ച് കുറിച്ചവരുമുണ്ട്. അപ്പച്ചി കൂടെയുള്ളപ്പോഴെല്ലാം അഹാനയും ഇഷാനയും അസ്വസ്ഥരാകുന്നത് പോലെ വീഡിയോ കണ്ടപ്പോൾ തോന്നി. അവർ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന എസ്തെറ്റിക് അപ്പച്ചി വന്നാൽ നശിക്കുമോ എന്ന ഭയമായിരുന്നു അവരിൽ കണ്ടത്. അപമാനിക്കാനാണെങ്കിൽ അപ്പച്ചിയൊപ്പം കൂട്ടാതിരുന്നാൽ മതിയായിരുന്നല്ലോ. ഒരുപാട് പണമുള്ളവരല്ലേ, എന്നിട്ടും അപ്പച്ചിക്ക് വേണ്ടി ഒരു പേസ്റ്റൽ നിറമുള്ള സാരിയോ കുർത്തയോ വാങ്ങാൻ കഴിഞ്ഞില്ലേ? അവരെ ഒരു വീട്ടുജോലി ിയെ പോലെ ട്രീറ്റ് ചെയ്തു. ഇഷാനിയുടെ മുഖത്ത് അവരോടുള്ള വെറുപ്പ് പ്രകടമായിരുന്നു എന്നും ചിലർ കുറിച്ചു. അതുപോലെ തന്നെ ബർത്ത്ഡേ പാർട്ടിയിൽ കുഞ്ഞിന്റെ അച്ഛനായ അശ്വിനും വലിയ റോളില്ലാത്തതുപോലെ തോന്നിയെന്നും ചിലർ കുറിച്ചു. കാരണം കൃഷ്ണകുമാർ തന്നെയായിരുന്നു പരിപാടിയിൽ ഉടനീളം കുഞ്ഞിനെ എടുത്തിരുന്നത്. ദിയയ്ക്ക് പിറകിൽ അശ്വിൻ ഒതുങ്ങി നിൽക്കുകയാണ് ചെയ്തത്. അശ്വിന് ഇത്തവണയും റോളും ഡയലോഗും ഇല്ലെന്നായിരുന്നു പരിഹസിച്ച് ചിലർ കുറിച്ചത്. അശ്വിന്റെ പെരുമാറ്റത്തിൽ എന്തോ ഒരു അസ്വാഭാവികത തോന്നി. കുഞ്ഞിന്റെ അച്ഛന്റെ റോൾ കൃഷ്ണകുമാർ ചെയ്തതുപോലെ മകന്റെ ബർത്ത്ഡേ വ്ലോഗിൽ അച്ഛനായ അശ്വിന് അതിഥി വേഷമായിരുന്നു. അശ്വിൻ ഇപ്പോൾ പഴയതുപോലെയല്ല. അവരും വീഡിയോയിൽ വ്യത്യസ്തനായി കാണപ്പെടുന്നു. പുഞ്ചിരി പോലും ആർട്ടിഫിഷ്യലായി തോന്നി. പലപ്പോഴും ക്യാമറയിൽ നിന്ന് ഒഴിഞ്ഞുമാറി. ശരീരഭാഷ ശ്രദ്ധിച്ചാൽ എന്തോ ഒരു അപാകത ഫീൽ ചെയ്യും എന്നിങ്ങനെയും കമന്റുകളുണ്ട്. കുഞ്ഞിന് ജന്മം നൽകിയ അശ്വിൻ ഗണേഷിന് ഒരു റോളുമില്ല. അച്ഛന്റെ റോൾ മുത്തശ്ശനായ കൃഷ്ണകുമാർ ഏറ്റെടുത്തതുപോലെ കുഞ്ഞിനെ കയ്യിലെടുത്തത് കൃഷ്ണകുമാറാണ്. കേക്ക് മുറിക്കുമ്പോഴും ആഘോഷിക്കുമ്പോഴും ഇത് തന്നെ അവസ്ഥ. അശ്വിൻ നോക്കുകുത്തിയായെന്ന അഭിപ്രായങ്ങൾ വന്നു. ഇതിനിടെ അശ്വിന്റെ വീട്ടുകാരുടെ അഭാവവും ചർച്ചയായി. പേരക്കുട്ടിയുടെ ഒന്നാം പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുക്കാൻ അവർക്കും ആഗ്രഹമുണ്ടാകില്ലേ എന്നും പണക്കാരല്ലാത്തത് കൊണ്ടാണോ അവരെ വിളിക്കാതിരുന്നത് എന്നും ചോദ്യം വന്നു. സ്വന്തം മാതാപിതാക്കളെ ഭാര്യയും ഭാര്യയുടെ വീട്ടുകാരും ഇങ്ങനെ അവഗണിക്കുന്നതിൽ അശ്വിന് പ്രശ്നമില്ലേ എന്നും ചോദ്യം വന്നു. ഒരുപാട് കഷ്ടപ്പെട്ടാണ് അശ്വിനെയും സഹോദരൻ ഇവരുടെ മാതാപിതാക്കൾ പഠിപ്പിച്ചത്. ഇക്കാര്യം അശ്വിൻ തന്നെ പറഞ്ഞിട്ടുമുണ്ട്. ഭക്ഷണോൽപ്പന്നങ്ങളുടെ വിൽപ്പനയാണ് അശ്വിന്റെ അമ്മയുടെ ജോലി. ചെറിയ വരുമാനം സ്വരുക്കൂട്ടി അച്ഛനും അമ്മയും അശ്വിനെ പഠിപ്പിച്ച് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആക്കി. ഇന്നിപ്പോൾ അതേ മകന്റെ കുഞ്ഞിനെ അന്യരെ പോലെ നോക്കി കാണേണ്ട അവസ്ഥയായല്ലോ ഇവർക്കെന്ന് പലരും അഭിപ്രായപ്പെടുന്നുണ്ട്. അശ്വിന് ദിയ എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ലക്ഷറി ജീവിതം നൽകുന്നുണ്ട്. ഇതിൽ ഭ്രമിച്ച അശ്വിൻ തന്റെ മാതാപിതാക്കൾ നേരിടുന്ന ഈ അപമാനവും അവഗണനയും കണ്ടില്ല എന്ന് നടിക്കുകയാണോ എന്ന ചോദ്യവുമുണ്ട്. മകന്റെ ബർത്ത്ഡേ മലേഷ്യയിലാണ് ദിയ സെലിബ്രേറ്റ് ചെയ്തത്. ശേഷം നാട്ടിൽ തിരികെ എത്തിയപ്പോഴാണ് കെ ഫാമിലിയുടെ സർപ്രൈസ് ഓമിക്ക് ലഭിച്ചത്. അതേസമയം സിന്ധു കൃഷ്ണയുടെ അമ്മയ്ക്കെതിരെ അഹാന കൃഷ്ണ ഉന്നയിച്ച ആരോപണങ്ങൾ കഴിഞ്ഞ ആഴ്ചകളിൽ വലിയ ചർച്ചയായതാണ്. കുടുംബാംഗങ്ങൾ തെറ്റിപ്പിരിയുന്നതാണ് പിന്നീട് സോഷ്യൽ മീഡിയയിൽ കണ്ടത്. വിഷയത്തിൽ കൂടുതൽ വിമർശനവും വന്നത് സിന്ധു കൃഷ്ണയ്ക്കും അഹാന കൃഷ്ണയ്ക്കുമാണ്. അമ്മയെ സംരക്ഷിക്കാൻ വേണ്ടി രംഗത്ത് വന്ന അഹാന
പക്ഷേ അമ്മുമ്മയെയും കസിൻ തൻവിയെയും കുറിച്ച് പല തുറന്നു പറച്ചിലുകളും നടത്തി. ഇവരുടെ വളരെ സ്വകാര്യമായ കാര്യങ്ങൾ പോലും പൊതുമധ്യത്തിലേക്ക് വലിച്ചിഴച്ചു. ഇതാണ് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കിയത്. വിമർശനങ്ങൾക്കിടെ സിന്ധു കൃഷ്ണ പങ്കുവച്ച വ്ലോഗിൽ തന്റെയും അഹാനയുടെയും ഭാഗം ന്യായീകരിച്ച് സംസാരിക്കുന്നുണ്ട്. അഹാന ചെയ്തതിൽ തെറ്റില്ല എന്നും അമ്മയുടെ ഭാഗത്തു നിന്നും വലിയ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെന്നും സിന്ധു കൃഷ്ണ പറഞ്ഞു. ഇതിൽ സിന്ധുവിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും പല കമന്റുകൾ വരുന്നുണ്ട്. ഇതിലൊരു കമന്റിൽ ചില ആരോപണങ്ങളുമുണ്ട്. സിന്ധുവിന്റെ അമ്മയാണ് പ്രശ്നക്കാരി എന്നാണ് ഈ കമന്റിൽ പറയുന്നത്. എന്റെ അമ്മയുടെ വീട് കടയ്ക്കാവൂരാണ്. നിങ്ങളുടെ മാതാപിതാക്കളുടെ വീടിനടുത്ത്. സിന്ധു ആന്റിക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല. നിങ്ങളുടെ വീട്ടിൽ നിന്ന് പ്രായമായ ഒരു സ്ത്രീയുണ്ട്, ഭാമ. നിങ്ങളുടെ മാതാപിതാക്കൾ ചെന്നൈയിലേക്ക് പോയ ശേഷം അവർ ഞങ്ങളുടെ വീട്ടിലായിരുന്നു. ഭാമ അമ്മ പറഞ്ഞ് ഞങ്ങൾക്ക് കുറെ കാര്യങ്ങൾ അറിയാം. സത്യമാണോ എന്നറിയില്ല. നിങ്ങളുടെ അമ്മ ഒരു ടോക്സിക് സ്ത്രീയായിരുന്നു എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. സ്വത്ത് ഭാഗം വെക്കൽ പോലീസ് കേസിലെത്തിയത് അവർ പറഞ്ഞറിയാം. കാരണം നിങ്ങളുടെ അമ്മ എല്ലാ സ്വത്തുക്കളും നിങ്ങളുടെ സഹോദരിക്ക് കൊടുക്കാൻ നോക്കി. നിങ്ങൾ കൃഷ്ണകുമാറിനെ കല്യാണം കഴിച്ചതായിരുന്നു കാരണം. അവർക്ക് കൃഷ്ണകുമാറിനെ ഇഷ്ടമായിരുന്നില്ല. ഇതേക്കുറിച്ച് അടുത്തുള്ളവർ ചോദിച്ചപ്പോൾ കൃഷ്ണകുമാറിനെ കുറിച്ച് അപവാദം പറഞ്ഞു. അതിന്റെ പേരിലാണ് കേസ് കൊടുത്തത്. സത്യമാണോ എന്നറിയില്ല. പക്ഷെ കുട്ടിക്കാലത്തെ അവിടങ്ങളിൽ നിന്നും ഇത്തരം കഥകൾ കേട്ടിരുന്നു. അപ്പോഴും കൃഷ്ണകുമാറിനെ കുറിച്ചും സിന്ധു കൃഷ്ണയെ കുറിച്ചും നല്ല കാര്യങ്ങളാണ് അവർക്ക് പറയാനുണ്ടായിരുന്നത് എന്നാണ് ഈ കമന്റിൽ പറയുന്നത്. അമ്മുമ്മ പ്രശ്നക്കാരിയാണെന്ന് അഹാന എടുത്തു പറയുന്നുണ്ടായിരുന്നു. അമ്മുമ്മ വളരെ പ്രോബ്ലമാറ്റിക് ആണ്. അഡ്ജസ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്റെ അമ്മ വളരെ നല്ല അമ്മയാണ്. അമ്മയ്ക്ക് ആ സ്നേഹം ജീവിതത്തിൽ കിട്ടിയിട്ടില്ല. കൊച്ചിലെ തൊട്ട് അമ്മുമ്മയുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഞങ്ങൾക്കറിയാം. പോട്ടെ, അമ്മുമ്മയല്ലേ എന്ന് ഞങ്ങൾ വിചാരിക്കും. കുട്ടിക്കാലത്ത് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളല്ലാതെ മുതിർന്നപ്പോൾ ഞങ്ങൾക്കൊന്നും ഗ്രാൻഡ് പാരന്റ്സ് തന്നിട്ടില്ല. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുമില്ല. അപ്പൂപ്പൻ നല്ലയാളായിരുന്നു. അമ്മുമ്മ എപ്പോഴും പ്രശ്നക്കാരി, അടി നടക്കും, പിന്നെ വീണ്ടും ശരിയാകും. അപ്പൂപ്പന് വയ്യാതായപ്പോൾ അമ്മുമ്മയുടെ സ്വഭാവം വല്ലാതെ മോശം. അപ്പൂപ്പന്റെ ഹെൽത്തിന്റെ കാര്യം പറഞ്ഞാണ് ഞങ്ങളും അമ്മുമ്മയും തമ്മിൽ തെറ്റുന്നത്. അമ്മുമ്മയുടെ എന്നല്ല, ഒരു മനുഷ്യന്റെയും വായിൽ നിന്ന് വരാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഞങ്ങളെക്കുറിച്ച് പറഞ്ഞു. അന്ന് ഞങ്ങളെല്ലാം അമ്മുമ്മയുമായുള്ള ബന്ധം അവസാനിപ്പിച്ചു. അമ്മയുടെ സഹോദരിയും ബന്ധം അമ്മുമ്മയുമായുള്ള ബന്ധം അവസാനിപ്പിച്ചു എന്നാണ് അഹാന പറഞ്ഞത്. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.